ഓക്കെ, നമ്മളിപ്പോൾ കടകംപള്ളി സുരേന്ദ്രനുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ആ കുട്ടിയുടെ കാര്യം തന്നെ ചോദിക്കാം. സാർ, എന്താണ് ഇതിന്റെ ഒരു എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ട്? സൂചനകൾ, ഫോട്ടോ കിട്ടി എന്നുള്ളത് ആശ്വാസകരമാണ്. കുഞ്ഞ് അത് കന്യാകുമാരി വരെ പോയിട്ടുണ്ട് എന്നാണോ കരുതുന്നത്? അല്ല, നിശ്ചയമായിട്ടും നമുക്ക് ഉടനെ തന്നെ കുട്ടിയെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള ഒരു നല്ല പ്രതീക്ഷയാണുള്ളത്. അന്വേഷണത്തിൽ നല്ല പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. കുട്ടി ട്രെയിനിൽ യാത്ര ചെയ്യുന്നതായിട്ടുള്ള വിവരം പോലീസിനുണ്ട്. ഇപ്പോ നാഗർകോവിൽ കഴിഞ്ഞിട്ട് ഏതെങ്കിലും സ്റ്റേഷനിൽ ആ കുട്ടി ഇറങ്ങാൻ ഇടയുണ്ടോ എന്നുള്ള കാര്യം എല്ലാ പോലീസ് സ്റ്റേഷനിലും കേന്ദ്രീകരിച്ച് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇനി കന്യാകുമാരിയിൽ തന്നെ എത്തിയിട്ടുണ്ടോ എന്നുള്ളതും പരിശോധനാ വിഷയമാകുന്നുണ്ട്. പോലീസ് കന്യാകുമാരിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ കുട്ടിയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഇന്നലെ രാത്രി മുഴുവൻ പോലീസ് ഈ അന്വേഷണത്തിന്റെ പിന്നാലെ ആയിരുന്നു എന്നുള്ളതാണ് നാം കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, താങ്കളുടെ മണ്ഡലത്തിലാണ് കുഞ്ഞിന്റെയും കുടുംബം ഉള്ളത് എന്ന് ഞാൻ കരുതുന്നു. ഇവരുടെ ഒരു പശ്ചാത്തലം എന്താണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്? ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങളുടെ കഴക്കൂട്ടത്ത് ഒരു ബ്ലോക്ക് ഓഫീസ് ഉണ്ട്. ബ്ലോക്ക് ഓഫീസിന്റെ പുറകുവശത്തൊരു സ്കൂളുണ്ട്. ആ സ്കൂളില് നമ്മുടെ അതിഥി സംസ്ഥാന തൊഴിലാളികളുടെ മക്കൾ കുറെ പേര് പഠിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ആ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടെ വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ അച്ഛൻ ഭാര്യയും കുട്ടികളെയും കൂടെ, 3 പെൺകുട്ടികളാണ്, കുട്ടികളെയും കൂടെ അവിടെ കൂട്ടിക്കൊണ്ട് വരികയും അവിടെ താമസിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ധാരാളം ആളുകൾ കുടുംബമായിട്ട് തന്നെ നമ്മുടെ ആ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ട്. അതില് ഈ പെൺകുട്ടികൾ തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നമാണ്, ചെറിയ കുട്ടികൾ തമ്മിലുണ്ടായിട്ടുള്ള വഴക്കാണ് അതിന് കാരണം. അതിൽ ഏറ്റുപിടിച്ച അമ്മ അതിനോട് പ്രതികരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അമ്മയോടുള്ള ദേഷ്യമോ കുട്ടികളോടുള്ള സഹോദരങ്ങളുടെ ദേഷ്യമാണ് ഇങ്ങനെ കിട്ടിയതും എടുത്ത് പുറത്ത് പോകുന്നതിന് കാരണമായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ പലയിടത്തും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ അതിഥി സംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ അവർ സുരക്ഷിതരാണ്. അവർക്കൊരു വിഷമം ഉണ്ടാകേണ്ട യാതൊരു കാര്യവും ഇവിടെ ഇല്ല. ഇവിടെ അവർക്ക് ജോലിയുണ്ട്, ന്യായമായിട്ടുള്ള കൂലി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ വാസം തന്നെ ഇവിടെ പറിച്ചു നടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കുടുംബസമേതം അവരിവിടെ താമസിക്കാൻ എത്തിയത്. ദൗർഭാഗ്യത്തിന് കുട്ടികൾ തമ്മിലുണ്ടായിട്ടുള്ള പിണക്കും വഴക്കും ഇങ്ങനെ ഒരു പോകലിന്റെ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വൈകുന്നേരമാണ് പോലീസിന് വിവരം കിട്ടുന്നത്, പോലീസിന് ഒരു പരാതി കിട്ടുന്നത്. പരാതി കിട്ടിയ സമയം മുതൽ ഈ നിമിഷം വരെയും പോലീസ് കുട്ടിയെ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ പിന്നാലെയാണ്. അതുകൊണ്ടാണ് നൂറുകണക്കായിട്ടുള്ള CCTV ദൃശ്യങ്ങളിലൂടെ കുട്ടി ഇപ്പോ നാഗർകോവിൽ വരെ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ കന്യാകുമാരിയെ കുറിച്ചെല്ലാം കേട്ടിട്ടുണ്ടാവും. കന്യാകുമാരിയിലോ മറ്റോ ഇറങ്ങിയിട്ടുണ്ടാകാനാണ് സാധ്യത. ഏതായാലും കുട്ടിയെ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്തി കുടുംബത്തെ ഏൽപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഒരു കാര്യം കൂടി, നമ്മൾ ഈ ഇത്തരം വിഷയങ്ങൾ നേരത്തെയും ഉണ്ടായപ്പോൾ കുട്ടികളെ കാണാതാവുമ്പോഴൊക്കെ ഉള്ള ഒരു മൊത്തത്തിലുള്ള ഏകോപനം നമ്മുടെ മലയാളികൾക്കുണ്ട്. പലയിടത്തു നിന്നും നമ്മളിങ്ങനെ ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്യപ്പെടുമ്പോൾ അങ്ങനെ നിർണായകമായ ഒരു ഫോട്ടോ ബബിത എന്ന യാത്രക്കാരി, ഒരു വിദ്യാർത്ഥിനി തന്നെ എടുത്തിട്ടുണ്ട്. അത് വളരെ നിർണായകമാണല്ലേ ഈ കേസിൽ? നിശ്ചയമായിട്ടും നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ നമുക്കതിനെ കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ ഇതുപോലെ ഫോട്ടോഗ്രാഫിൽ എടുത്ത് സൂക്ഷിക്കുക, അതിൽ ഇടപെടുക, അതിനകത്ത് റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ കണ്ടുവരുന്നതായിട്ടൊരു കാഴ്ചയാണ്. അതിന്റെ കൂടെ സഹായത്തോടു കൂടിയാണ് ആക്ച്വലി ഇപ്പോ കുട്ടിയെ തേടിയുള്ള യാത്ര പോലീസിന് കുറച്ച് സുഗമമാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും താങ്കൾക്ക് എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ ഞങ്ങളുമായി പങ്കിടണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടി, അതായത് ഈ കുഞ്ഞ് ഇതര സംസ്ഥാനക്കാരി ആയതുകൊണ്ട് ചോദിക്കുന്നതാണ്, അവരുടെ ഭാഷ, അവർക്ക് മലയാളം സംസാരിക്കാൻ അറിയുന്ന കുട്ടിയാണോ? ഇല്ല, മലയാളം സംസാരിക്കാൻ അറിയാവുന്ന കുട്ടിയല്ല. അവൾ ഹിന്ദി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭാഷ അവർക്കറിയില്ല. അവർ വന്നതേ ഉള്ളൂ, നമ്മുടെ നാട്ടിലേക്ക് വന്നു ചേർന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ അക്കാദമിക വർഷം മറ്റോ സ്കൂളിൽ ചേരുക എന്ന ലക്ഷ്യം അതിനകത്തുണ്ടാവും. ആ സ്കൂള് ഈ അതിഥി സംസ്ഥാന തൊഴിലാളികളുടെ കുറച്ച് മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. ആ സ്കൂളിൽ പല സന്ദർഭങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. വളരെ കൗതുകത്തോടു കൂടി ഈ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും എല്ലാം തന്നെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവരുടെ കൂട്ടുകാരൊക്കെ തന്നെ പറഞ്ഞിട്ടായിരിക്കണം ഈ കുടുംബം ഇങ്ങോട്ടേക്ക് പറിച്ചു നടുന്നതിന് സഹായകരമാകുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ശരി. താങ്കളെ ഞങ്ങൾ ഇനിയും ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഞങ്ങളുമായി പങ്കിടും.